അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുർ റഹ്മാനിലെ 7-ാമത്തെ സൂക്തം വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. ആകാശത്തെ അവൻ ഉയർത്തി വെക്കുകയും തുലാസ് അവൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. നാം അതിൽ ഇതുവരെയും പറഞ്ഞത് വിശുദ്ധ ഖുർആൻ 300-ലധികം സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരാശയമാണ് ആകാശം എന്നത്. വിശുദ്ധ ഖുർആനിലെ ആകാശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കേവല പ്രയോഗങ്ങളല്ല, മറിച്ച് ശാസ്ത്രീയമായ ചില ഉൾക്കാഴ്ചകൾ നൽകുന്ന, സാങ്കേതികമായ ചില വ്യതിരിക്തതകൾ സൂചിപ്പിക്കുന്ന, വാസ്തവപരമായ പല അത്ഭുതങ്ങളും ഉൾക്കൊള്ളുന്ന സൂക്തങ്ങളാണ്. ആകാശത്തെ നാം തട്ടുകളാക്കിയിരിക്കുന്നു. കാണുന്ന വിധത്തിലുള്ള തൂണുകളില്ല ആകാശത്തിന്. അതുപോലെ തന്നെ ആകാശത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ അന്നത്തിൻ്റെ പ്രധാന സ്രോതസ്സായ വെള്ളം വരുന്നത്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഇത്രമാത്രം ശാസ്ത്രീയമായ ഒരു കൃത്യതയുടെ ധ്വനിയിൽ വിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്, അതും 6-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ആധുനിക കാലത്തെ, ഇന്നത്തെ കാലത്തെ യുക്തി ചിന്തകർ, ശാസ്ത്ര ചിന്തകർ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഈ വിഷയത്തോട് വല്ലാത്ത ഒരു അസൂയ ഉണ്ടാകുന്നത്. അവർ അതുകൊണ്ട് തന്നെ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത കാലഘട്ടത്തിൽ ഇത്തരം ഒരു ശാസ്ത്രീയത വരാനുള്ള സാധ്യതയില്ല എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ഇത്തരം പരാമർശങ്ങളെയെല്ലാം അവർ പരിഹാസത്തോടു കൂടിയാണ് കാണുന്നത്. അവർ പരിഹസിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് ഊർജം ഉപയോഗപ്പെടുത്തി, ഒരുപാട് അധ്വാനത്തോടുകൂടെ അവരോരോന്ന് പറഞ്ഞുണ്ടാക്കി അതിനു വേണ്ടി സാഹസപ്പെടുന്നത് കണ്ടാൽ കേട്ടാൽ തോന്നും, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും പഠിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അവരിത് പറയുന്നത് എന്ന് തോന്നുന്നത്. നോക്കൂ, അവർ ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി എന്നിട്ടാണ് ഇത് പറയുന്നത് എന്ന ധ്വനിയിലാണ് അവരോരോരുത്തരും സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും യുക്തി ചിന്തകരായ, ശാസ്ത്രവാദികളായ ആൾക്കാർ, പ്രത്യേകിച്ചും ഇന്നത്തെ അന്ധമായ ഇസ്ലാം ഖുർആൻ വിരോധം മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആൾക്കാർ, അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലോകത്തെ എല്ലാ ശാസ്ത്രവും അവർ പഠിച്ചു, എന്നിട്ടാണ് അവർ ഈ സംസാരത്തിന് വന്നിരിക്കുന്നത്, എന്നിട്ടാണ് അവർ ഈ നിരൂപണം നടത്തുന്നത് എന്ന് തോന്നിപ്പോകും നമുക്ക്. എന്താണ് സത്യമെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിൽ ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് പ്രകാശ പ്രതിഭാസം പ്രതിഫലിക്കുന്ന വസ്തുക്കളെ മാത്രമാണ്. എന്നെ നിങ്ങൾ കാണുമോ? കാരണം എൻ്റെ ശരീരത്തിൽ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ ഒരു തൂണുണ്ട് എന്ന് സങ്കല്പിക്കുക. അത് നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരേണുക്കൾ അതിൽ തട്ടി തിരിച്ച് നമ്മുടെ കോർണിയയിലെത്തുന്നു. ആണ് കാരണം. അങ്ങനെയുള്ളതല്ലാത്ത ഒന്നിനെക്കുറിച്ചും പഠിക്കുവാനോ കാണുവാനോ മനസ്സിലാക്കുവാനോ ഒരിക്കലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. അതായത് പ്രകാശത്തിൻ്റെ സഹായത്താലല്ലാതെ ഒന്നും മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല എന്നർത്ഥം. അതിനാൽ തന്നെ നമ്മുടെ ഈ ശാസ്ത്രം തന്നെ, അതായത് ഒരു ഭാഗത്ത് ഖുർആനിനെ എതിർക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞതെല്ലാം അബദ്ധങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അത്യാന്ത പരിശ്രമം ചെയ്യുന്ന ആൾക്കാർ, അവർ തന്നെ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ 90% ബ്ലാക്ക് മാറ്റർ ആണെന്നാണ്. ബ്ലാക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ പഠനത്തിന് വിഷയമാക്കാനോ ഒന്നും കഴിയാത്ത വിധത്തിലുള്ള ബ്ലാക്ക് മാറ്ററാണ് ഈ പ്രപഞ്ചത്തിലെ 90%. അപ്പോൾ അങ്ങനെ അവർ തന്നെ പറയുമ്പോൾ ബ്ലാക്ക് മാറ്റർ
അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 10%, ഈ പ്രപഞ്ചത്തിൻ്റെ വെറും 10% മാത്രമാണ് പഠിക്കുകയാണെങ്കിൽ മനുഷ്യന് പഠിക്കാൻ കഴിയുക എന്നർത്ഥം. ബാക്കിയുള്ളവ ഈ 10%അല്ലാത്ത 90%വും ഏറ്റവും സൂക്ഷ്മമായ ദർശിനിയുടെ സഹായത്തോടു കൂടെയും ഏറ്റവും നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിൽ ഏറ്റവും സൂക്ഷ്മമായ സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പാണ്. എല്ലാവർക്കും അറിയാം. അതായത് ഈ സ്പെക്ട്രത്തെ വിഘടിപ്പിച്ച് പ്രകാശത്തെ അതിൻ്റെ ഘടകങ്ങളായ സ്പെക്ട്രത്തെ വിഘടിച്ച് വിശകലനം ചെയ്യാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന സൂക്ഷ്മദർശിനിയാണ് അത്. അതുപയോഗിച്ചാൽ പോലും നേരത്തെ പറഞ്ഞ 90% കണ്ടെത്താൻ കഴിയില്ല. ബാക്കിയുള്ള ഈ 10% അല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇനി നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 2025 ആയപ്പോഴേക്കും പ്രപഞ്ചത്തിൻ്റെ ഈ 10%, പ്രപഞ്ചത്തിൻ്റെ 90% ബ്ലാക്ക് മാറ്റർ, ബ്ലാക്ക് എനർജി മാറ്റിവെക്കാം, 10%എങ്കിലും ഈ പറയുന്ന അഹങ്കാരികളായ ആൾക്കാർ പഠിച്ചു കഴിഞ്ഞോ? ഒരിക്കലുമില്ല. ശാസ്ത്രം തന്നെ പറയുന്നത് ബാക്കിയുള്ള 10%ത്തിൻ്റെ 4.6% മാത്രമേ ഇതുവരെ മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടു. വെറും 4.6 ഈ അണ്ഡകടാഹത്തിൻ്റെ, ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ വെറും 4.6% മാത്രം ഇതുവരെ കണ്ടെത്താനും പഠിക്കാനും നിരീക്ഷിക്കുവാനും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഈ പരമമായ സത്യങ്ങളൊന്നും സത്യങ്ങളല്ല, അവയെല്ലാം അബദ്ധങ്ങളാണ് എന്ന് പറയുന്നത്. നോക്കൂ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകാശം എന്ന് പറഞ്ഞ ഒന്നില്ല. അപ്പോൾ ആകാശമോ? ആകാശം എന്ന് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങി തല മേൽപോട്ട് ഉയർത്തിപ്പിടിച്ചാൽ കാണുന്ന നീല നിറമില്ലേ, അതാണ് ആകാശമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ ആ നീല നിറത്തെ ഒരിക്കലും ആകാശമെന്ന് വിളിക്കുന്നില്ല. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളൊന്നും മുകളിൽ കാണുന്ന നീല നിറമാണ് ആകാശം എന്നെവിടെയും പറയുന്നില്ല. അത് എന്താ പറയാത്തത്? അത് സത്യമല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. കാരണം ആകാശത്തിൻ്റെ നീല നിറം എന്ന് പറയുന്നത് അതൊരു ഇല്യൂഷൻ മാത്രമാണ്. ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചും അതൊരു കാഴ്ചയുടെ പ്രതിഭാസം മാത്രമാണ്. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതൊക്കെ ബേസിക് സയൻസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള നിറങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം നീല നിറമാണ്. അതുകൊണ്ട് അത് ഏതാണ്ട് ഒരകലത്തിലെത്തുമ്പോൾ ആ അകലത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള പൊടികളിലോ ധൂളികളിലോ അന്തരീക്ഷത്തിലെ മറ്റെന്തെങ്കിലും വസ്തുക്കളിലോ തട്ടി അത് പ്രതിഫലിച്ച് തിരിച്ചു വരാൻ തുടങ്ങും. ആ തിരിച്ചു വരുന്ന വരവിനെയാണ് നാം നീല നിറമായി കാണുന്നത്. അല്ലാതെ നീല നിറമാണ് ആകാശത്തിന് എന്നൊരിക്കലും പറയുന്നത് ശരിയല്ല. നീലാകാശം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ആലങ്കാരികമായ പ്രയോഗമാണ്. ആകാശത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുന്ന നിറം നീലയാണ്. അതേസമയം നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് എത്രയോ അകലെയാണ് സാക്ഷാൽ ആകാശം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അറ്റമില്ലാതെ കിടക്കുന്ന അന്തരീക്ഷം മാത്രമാണ് ആകാശം. അതിൻ്റെ നിറം നീലയാണ് എന്ന് പറയുന്നത് സത്യമായതുകൊണ്ടല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിനെ അബദ്ധമാണ് എന്ന് വിളിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ആയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അള്ളാഹു പറഞ്ഞത് വസ്സമാഅ റഫഅഹ എന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ ആശയവും ഒന്നാമത്തെ അർത്ഥവുമെല്ലാം ആകാശം എന്നത് അള്ളാഹു ഏറെ ഉയർത്തി വച്ചിരിക്കുന്നു എന്നതാണ്. നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും ഉപരി ലോകത്തിലാണ് അല്ലെങ്കിൽ ഉപരിയായിട്ടാണ് ആകാശം സ്ഥിതി ചെയ്യുന്നത്.
അതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരു അർത്ഥവുമുണ്ട് എന്ന് മുഫസ്സിറുകൾ ചിലർ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആകാശത്തെ നാം ഉയർത്തി വച്ചിരിക്കുന്നു. ഉയർത്തി എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഉയർത്തി എന്നല്ല, അല്ലെങ്കിൽ എന്നും മാത്രമല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഏറെ ഉയർന്നാണ് ആകാശം. നമ്മുടെ ചിന്തയിൽ നിന്ന് ഏറെ അകലെയാണ് ആകാശം. നമ്മുടെ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും പര്യവേഷണങ്ങളുടെയും എല്ലാം മേശപ്പുറത്ത് നിന്ന് ഒരുപാട് അകലെയാണ് ആകാശം. അത്രമാത്രം ആകാശം എന്ന ആശയത്തെ അള്ളാഹു ഉന്നതമാക്കി ഉയർത്തി വച്ചിരിക്കുന്നു. അതായത് ഈ കാണുന്ന നീല നിറമല്ല ആകാശം. നാം നേരത്തെ പറഞ്ഞതുപോലെ അത് നീല എന്ന നിറത്തിന് തരംഗ ദൈർഘ്യം കുറഞ്ഞതുകൊണ്ട് അതൊരു നിശ്ചിത അളവിലെത്തുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ മറ്റു വസ്തുവകകളിലോ നമുക്ക് കാണാൻ കഴിയുന്നതോ അല്ലാത്തതോ ആയ വിഷയങ്ങളിലോ തട്ടിപ്രതിഫലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ എത്രയോ ഉപരിയായ ഒരു കാര്യമാണ് ആകാശം എന്നതാണ്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വലിയൊരു ചിന്തകളിലേക്ക് തിരിച്ചുവിടുകയാണ്. വസ്സമാഅ റഫഅഹ എന്ന വാചകത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ചിന്തിച്ച് നമുക്ക് പരമമായ സത്യത്തിൽ എത്തിച്ചേരാം. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നു, വവളഅൽ മീസാൻ, അവൻ തുലാസിനെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. മീസാൻ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളിൽ ഒന്നാമത്തെ അർത്ഥം തുലാസ് എന്നതാണ്. ബാലൻസ് നോക്കാൻ വേണ്ടി ഏതിനേക്കാൾ ഭാരമുള്ളതാണ്, ഏതിനേക്കാൾ ഭാരം കുറഞ്ഞതാണ്, ഏതും ഒരേ ഭാരമാണ് എന്നതൊക്കെ കണ്ടെത്താൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ്, മാധ്യമത്തെയാണ് തുലാസ് എന്ന് പറയുന്നത്. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മീസാൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നതിൽ ഒരുപാട് ഉദ്ദേശമുണ്ട്. ആദ്യം നമുക്ക് പറയാനുള്ളത്, അള്ളാഹ് പറയുന്നത് എന്താണ്? വളഅൽ മീസാൻ, തുലാസ് സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. തുലാസ് അളവും കണക്കും ഭാരവും എടുക്കാനുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെ അള്ളാഹു എന്തിൻ്റെ എന്ന് പറയുന്നില്ല. എന്തിൻ്റെ അളവെടുക്കാൻ, എന്തിൻ്റെ ഭാരം നിശ്ചയിക്കാൻ, എന്തിൻ്റെ ഭാരം നോക്കാൻ എന്ന് പറയുന്നില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, എന്തിൻ്റെയും, അത് ഭൗതികമായ ദ്രവ്യമാവാം, അത് ആശയമാവാം, അത് ഒരനുഭവമാവാം, അങ്ങനെ ഏതിൻ്റെയും അളവെടുക്കാനുള്ള തുലാസ് അള്ളാഹു വച്ചിരിക്കുന്നു എന്നതാണ് ആ ഒരാശയം. അതുകൊണ്ടാണ് എന്തിൻ്റെ എന്ന് അള്ളാഹു സ്പെസിഫൈ ചെയ്യാത്തത്. അളക്കാവുന്ന ക്രമത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം പടച്ചിരിക്കുന്നത് എന്നുകൂടി അപ്പോൾ നാം പറയേണ്ടി വരും. അള്ളാഹു എന്തിൻ്റെയും അളവ് എടുക്കാനുള്ള തുലാസ് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തും അളക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണത്തിലാണ് പടച്ചിരിക്കുന്നത്, എന്തും പടക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ശരി തന്നെയാണല്ലോ. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള ദ്രവ്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ നാം ആ അർത്ഥത്തിൽ അളക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അന്ത്യവിചാരണയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ തൂക്കിക്കണക്കാക്കും. നമ്മളതിൽ വിശ്വസിക്കുന്നവരാണ്. അതെങ്ങനെയാണ്, അതെന്ത് വിഡ്ഢിത്തമാണ് എന്നൊക്കെ പരിഹസിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, ലോകത്തുണ്ട്. പക്ഷേ നമുക്കൊന്നും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ തുലാസ് എന്ന് പറയുമ്പോഴേക്ക് അരിയോ പഞ്ചസാരയോ പലവ്യഞ്ജനങ്ങളോ പച്ചക്കറികളോ മാത്രം സങ്കല്പിക്കാൻ പാടില്ല. കാരണം അള്ളാഹു വളഅൽ മീസാൻ, തുലാസ് സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനുള്ള എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്തിനുമുള്ള എന്ന ആശയം വരുമ്പോൾ എന്തും അളക്കാൻ പറ്റുന്ന പ്രായത്തിലാണ്, അല്ലെങ്കിൽ പ്രകൃതത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുന്നത് എന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നൊരു സാധാരണ കാര്യം പറയാം.
ഒരുപാട് വലിയ ശാസ്ത്രമല്ല. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അത് അളക്കാനുള്ള ഒരു പാകത്തിലാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. അതായത് അതിലെ ഗ്ലൂക്കോസിൻ്റെ അംശം കൂടിയാലും അപകടമാണ്, കുറഞ്ഞാലും അപകടമാണ്. ആരോഗ്യവാനായ ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് 1 മില്ലി ലിറ്റർ രക്തത്തിൽ 70 മില്ലിഗ്രാം മുതൽ 140 മില്ലിഗ്രാം വരെയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ലോകത്ത് ഏറ്റവും അധികം വ്യാപകമായ അസുഖം പ്രമേഹം തന്നെയാണ്. അത് ഇതിൻ്റെ കാരണത്താൽ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ ഈ നിലയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമുണ്ടായാൽ അത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഉദാഹരണമായി ഗ്ലൂക്കോസ് വർദ്ധിച്ചാൽ അത് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാക്കും. അതേസമയം ഗ്ലൂക്കോസ് അതിൻ്റേതായ പരിധിയിൽ നിന്ന് 70 മില്ലിഗ്രാമിലും കുറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയുണ്ടാക്കുന്നു. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പോഗ്ലൈസീമിയ ഈ രോഗങ്ങൾ, ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ തുടർന്ന് എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാകുന്നു അതെല്ലാം നമുക്ക് അതിൻ്റേതായ വിഷയങ്ങൾ സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിലെ ഒരു രക്തത്തുള്ളി, ആ രക്തത്തുള്ളിയുടെ ഉള്ളിൽ രക്തം മുഴുവനുമല്ല, അതിലെ പഞ്ചസാര എന്ന ഘടകം മാത്രം, അതിന് അല്ലാഹു ഒരു മീസാൻ വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ, ഈ രക്തത്തുള്ളിയുടെ ഉള്ളിൽ വെറും ഒരു പഞ്ചസാര മാത്രമല്ല നോക്കുക. ഉദാഹരണത്തിന് ഹീമോഗ്ലോബിൻ നമുക്കറിയാം. ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. അധികവും ഇരുമ്പിൻ്റെ സാന്നിധ്യമുള്ള പ്രോട്ടീൻ. അത് നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളിലാണ് ഉള്ളത്. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജനെ ആകർഷിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പോൾ 13.5 മുതൽ 17.5 ഗ്രാം വരെയാണ് സാധാരണഗതിയിൽ പുരുഷന്മാരുടെ രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട കൃത്യമായ ഹീമോഗ്ലോബിൻ്റെ അളവ്. അപ്പോൾ അവിടെ നോക്കൂ, ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു ഘടകം അത് നബിയുടെ കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല, മുഫസ്സിറുകളുടെ കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ അടുത്ത് കണ്ടുപിടിച്ചതാണിതെല്ലാം. ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട ഈ ഒരു ഘടകത്തെ പോലും അള്ളാഹു ഒരു കൃത്യതയിൽ നിർത്തിയിരിക്കുന്നു. അല്ലദീ ഖലഖ ഫസവ്വ. അള്ളാഹു എല്ലാം വെറുതെ പടച്ചിടുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, എല്ലാ വസ്തുക്കളെയും ഒരു പ്രത്യേകമായ ക്രമീകരണത്തിൽ അള്ളാഹു ക്രമീകരിച്ച് വരികയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതേ രക്തത്തുള്ളി, നമ്മളൊരു രക്തത്തുള്ളിയുടെ കാര്യമാണ് പറയുന്നത്, അതിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് കൃത്യമായ ഒരു അളവിലാണ് അള്ളാഹു വച്ചിരിക്കുന്നത്. അതിലെ ഇരുമ്പിൻ്റെ പ്രോട്ടീൻ, അത് ഹീമോഗ്ലോബിൻ, അതിനൊരു പ്രത്യേകമായ അളവിലാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. ഇനി ഈ രക്തത്തിൻ്റെ സമ്മർദ്ദം എന്ന് പറയുന്നത്, ഈ രക്തം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ആവശ്യാനുസരണം കൃത്യമായ അളവിലും കൃത്യമായ വേഗതയിലും എത്തേണ്ടതുണ്ട്. അതെത്താതെ വന്നാൽ നമ്മുടെ അവയവങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് എത്ര വേഗതയുണ്ടായിരിക്കണം, അതാണ് രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് സാധാരണയേക്കാൾ കുറഞ്ഞു പോയാൽ തലകറക്കമുണ്ടാകും, ക്ഷീണമുണ്ടാകും, വീണുപോകും, ഓക്കാനമുണ്ടാകും, കാഴ്ചശക്തി മങ്ങിപ്പോകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതേസമയം ഇത് രക്തസമ്മർദ്ദം കൂടിയാൽ ഇതേപോലെ നമുക്ക് ഹൃദ്രോഗം വരെയുള്ള കാര്യങ്ങളുണ്ടാകും. നോക്കൂ, അപ്പോൾ ഒരു തുള്ളി രക്തത്തിൻ്റെ ഉള്ളിൽ, ഇനി അതിൽ വേറെ കാര്യങ്ങളുണ്ട്, സോഡിയം ഉദാഹരണമായിട്ട്, അത് രക്തത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കലകളിലും ഉള്ളതാണ്. സോഡിയം കൂടിയാൽ നമ്മുടെ വൃക്ക വഴി പുറന്തള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. മാത്രമല്ല തുടർന്ന് ഒരുപാട് പ്രശ്നമുണ്ടാവും. ഞാനിത് ആ അർത്ഥത്തിൽ നമ്മളൊരു ശാസ്ത്രീയമായി അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായ സംഭവം പറയുകയില്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വളഅൽ മീസാൻ, തുലാസ്, അളവ് എന്ന സത്യം, എന്ന തത്വം അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നു. എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നു.
നമ്മളെ അന്തരീക്ഷത്തിന് അങ്ങനെ ഒരളവുണ്ട്, നമ്മുടെ വെള്ളത്തിന് അങ്ങനെ ഒരളവുണ്ട്, നമ്മുടെ വായുവിന് അങ്ങനെ ഒരളവുണ്ട്. ആ അളവിൽ തന്നെയാണ് അതുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് അത് കൃത്യമായി പ്രവർത്തിക്കുക. ഇനിയിപ്പോൾ അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അന്തരീക്ഷം എന്ന് പറയുന്നത്, ഈ അന്തരീക്ഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവനും ഓക്സിജൻ നിറച്ചു വച്ചിരിക്കുകയല്ല, മറിച്ച് 77% നൈട്രജൻ, 21% ഓക്സിജൻ, നോക്കൂ, 1% കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ പിന്നെ അതോടൊപ്പം പൂർവ്വവാതകങ്ങളായി കുറേ കാര്യങ്ങൾ ഏതാണ്ട് 1%-ഓളവും. അപ്പോൾ ഇത് കൃത്യമായി ഒരളവിലാണ് വെച്ചിരിക്കുന്നത്. 100% എന്നോ 50% എന്നോ 1% എന്നല്ല. നൈട്രജൻ അതാണ് അന്തരീക്ഷത്തിൽ കാണുന്ന ഏറ്റവും വലിയ വാതകം. അതിനെ അള്ളാഹു 77% വെച്ചിരിക്കുന്നു. അതേസമയം ഓരോ മനുഷ്യൻ്റെയും ശ്വസനം നടക്കേണ്ടത് ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ്. അതിനെ അള്ളാഹു 21% നിർത്തിയിരിക്കുന്നു. നോക്കൂ, അപ്പോൾ വളരെ കൃത്യതയുള്ളതല്ലെങ്കിലും ഈ ഒരു കൃത്യമായ രൂപത്തിൽ അള്ളാഹു ഇതിനെല്ലാം ക്രമീകരിച്ച് വച്ചിരിക്കുകയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൃത്യമായ അളവ് വെച്ചിരിക്കും. അതൊരർത്ഥം. ഇനി രണ്ടാമത്തെ ഒരർത്ഥമുണ്ട്, ആശയമുണ്ട്. അതിനെക്കുറിച്ച് പറയാം, കേൾക്കാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്തൗദിഉക്കുമുല്ലാഹ ദീനക്കും വ അമാനാത്തിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.